ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് മന്ത്ലി ജാനുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക. ഇത് കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിംഗ് ബുക്ക് ചെയ്യാം എൻ്റെ കൂടെ. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ് അത്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് അവിടെ മെസ്സേജസ് എന്താ പറയണമെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ എന്താണ് ജാനുവരി മന്ത്ലി റീഡിംഗ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ജാനുവരിക്ക് വേണ്ടിയിട്ട് ഓവറോൾ എനർജി നിങ്ങളുടെ പേജ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് എനർജി ആണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ കറണ്ട് എനർജി 3 ഓഫ് കപ്സ് ആണ്. ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 10 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് സ്ട്രെങ്ത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണത് എന്താണെന്ന്. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ ഓവറോൾ എനർജി പേജ് ഓഫ് വാൻഡ്സ്. പേജ് ഓഫ് വാൻഡ്സ് ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ഒരു പുതിയ സ്റ്റാർട്ടിൻ്റെ എനർജിയാണ്. ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ഇല്ല, ഒരു മെസ്സേജിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് വാൻഡ്സ് ഒരു കുറേ ഫ്ലേർട്ടേഷ്യസ് എനർജിയും ആവാം. പക്ഷേ ഇത് ഒരു അഡ്വെഞ്ചറുടെ എനർജിയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക വെച്ചാൽ അതിൽ കുറേ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ എന്താണ് ഈ പുതിയ ബിഗിനിങ് എന്ന് നമ്മൾക്ക് നോക്കാം. ഈ പേജ് ഓഫ് വാൻഡ്സ്, ഡെവിൾ ആൻഡ് 7 ഓഫ് സ്വോർഡ്സ്. അപ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം ഇവിടെ എന്താ വെച്ചാൽ ഡെവിൽ ആൻഡ് 7 ഓഫ് സ്വോർഡ്സ് രണ്ടും കുറച്ചൊരു ടോക്സിക് എനർജിയാണ് സാജിറ്റേറിയസ്. നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകുന്നുണ്ട്, ഒരു പുതിയ സ്റ്റാർട്ട് ഉണ്ട് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ അതിലെന്തോ ഒരു ടോക്സിക് എലിമെൻ്റ് ഉണ്ട്. എന്തോ നിങ്ങൾ ഒരു റെഡ് ഫ്ലാഗിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇല്ലച്ചാൽ ഏതോ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുഴുവനെ ഒരു ഫാക്ട്സ് നിങ്ങൾക്ക് അറിയാണ്ടാണ് നിങ്ങൾ എന്തോ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് ചാടണത്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഫേവറിൽ പോവില്ല. ഓക്കെ, അപ്പോൾ ഇത് നല്ല പോലെ ആലോചിച്ചിട്ട് വേണം ഇത് ചെയ്യുക. അത് മാത്രമല്ല, ചില കേസസിൽ ഇതൊരു അഫെയർ ആയിരിക്കാം, ഓറൽസ് ഇതൊരു ടെമ്പററി റിലേഷൻഷിപ്പ് ആവാം. അങ്ങനെയാണ് വെച്ചാലും എന്തോ ഇവിടെ ഒരു റെഡ് ഫ്ലാഗ് ഉണ്ട്. അപ്പോൾ അതിനെ സൂക്ഷിക്കണം. എന്തോ ഒരു വാർണിംഗ് സൈൻ ആണ് ഞാൻ ഇവിടെ കാണുന്നത്. ഡെവിൽ കാപ്രിക്കോൺ എനർജിയാണ്. അപ്പോൾ 7 ഓഫ് സ്വോർഡ്സ് ഒരു സെൽഫ് സാബോട്ടാജിന്റെ എനർജി ആയിരിക്കാം. അതല്ലച്ചാൽ ആരോ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യണ എനർജിയും ആവാം. ഓക്കെ, അപ്പോൾ അത് സൂക്ഷിക്കാണ്ട് ഈ മാസം. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ. അപ്പോൾ പേജ് ഓഫ് പെൻറ്റക്കിൾസ് അഗൈൻ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. പക്ഷെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു വേറെ മാതിരി ഒരു എനർജിയാണ്, ഒരു സ്റ്റേബിൾ എനർജിയാണ്. അപ്പോൾ ഈ പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്താണ് ഇവിടെ? 4 ഓഫ് സ്വോർഡ്സ് ആൻഡ് നൈറ്റ് ഓഫ് സ്വോർഡ്സ്. അപ്പോൾ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിന്റെ കൂടെ 4 ഓഫ് സ്വോർഡ്സും നൈറ്റ് ഓഫ് സ്വോർഡ്സ് ആണ്. 4 ഓഫ് സ്വോർഡ്സ് ഒരു ബ്രേക്കിന്റെ എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു പുതിയ ബിഗിനിങ് ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ അതിൽ എന്തോ ഒരു ബ്രേക്ക് വന്നു. ഇത് ജോലി ആവാം, അതല്ല ഒരു റിലേഷൻഷിപ്പ് ആവാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇമ്പൾസീവ് എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ കാരണമായിരിക്കാം ഇവിടെ ഡെവിലും 7 ഓഫ് സ്വോർഡ്സ് വന്നിരിക്കണം. നിങ്ങൾ എന്തോ ഒരു ഇമ്പൾസീവ് ഡിസിഷൻ എടുക്കണു. നിങ്ങൾ എന്തോ ഒരു ആലോചിക്കാണ്ട് എന്തോ ചെയ്യണു. ഇല്ലച്ചാൽ എന്തോ ഒരു കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്. എന്തോ നിങ്ങളും വേറൊരു പേഴ്സൻ്റെ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട് വെച്ചാൽ അതിൽ എന്തോ ഒരു വഴക്ക്, ഇല്ലച്ചാൽ നിങ്ങൾ ആലോചിക്കാണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയി, അങ്ങനത്തെ എനർജിയും ആയിരിക്കാം.
പക്ഷേ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ 3 ഓഫ് കപ്സ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം, ഇല്ലൊരു സെലിബ്രേഷൻ ആവാം. ഇപ്പൊ ഇത് എന്താണെന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. 3 ഓഫ് കപ്സ് ഇവിടെ എന്താണ്? 5 ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അതിൻ്റെ കാരണം നിങ്ങൾ കുറെ റിജക്റ്റഡ് ആയി ഫീൽ ചെയ്യണു. നിങ്ങൾക്ക് ഒരു ഫീലിംഗ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടെച്ചാൽ നിങ്ങൾ കുറെ ഹേർട്ടാണ് അതിൻ്റെ കാരണം. ഓക്കെ, ആൻഡ് അതാണ് ഇവിടെ ഒരു ഇമ്പൾസീവ് ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നത്. പറഞ്ഞാൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകുന്നുണ്ട്, പക്ഷെ ഇതൊരു റെഡ് ഫ്ലാഗ് ആണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അത് നിങ്ങൾ അറിഞ്ഞിട്ട് ആണ് മുമ്പോട്ട് പോയി വെച്ചാൽ ഇവിടെ അതിൻ്റെ കാരണം ഞാൻ ഒരു ഡിസപ്പോയിൻമെന്റ് ആണ് കാണുന്നത്. ഇപ്പോൾ ഫ്യൂച്ചറിൽ 10 ഓഫ് പെന്റക്കിൾസ് ആണ്. 10 ഓഫ് പെന്റക്കിൾസ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ്, ഒരു അബണ്ടൻസിന്റെ എനർജിയാണ് 10 ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ ഈ 10 ഓഫ് പെന്റക്കിൾസ് എന്താണ് ഇവിടെ കാണുന്നത്? 4 ഓഫ് കപ്സ് ആൻഡ് ഡെത്ത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഓർ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു എൻഡിങ് ഉണ്ടാവുന്നുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ ഒരു പേഴ്സന്റെ സൈഡിന്ന് ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഇൻട്രസ്റ്റ് ഞാൻ കാണുന്നില്ല. ഓക്കെ, അത് ഇപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്നായിരിക്കാം, ഇല്ല മറ്റേ പേഴ്സന്റെ സൈഡിൽ നിന്നായിരിക്കാം. അതിന്റെ കാരണം ഇവിടെ ഒരു എൻഡിങ് ഉണ്ട്. മോസ്റ്റ്ലി ഞാൻ ഇവിടെ കാണുന്നത് ഒരു മാരിഡ് പേഴ്സൺ ആണ്, അവരുടെ കൂടെയാണ് നിങ്ങൾ ഡീൽ ചെയ്യണത് വെച്ചാൽ ആ പേഴ്സൺ അവരുടെ ഫാമിലിനെ ഒരിക്കലും അവർ വിടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു എൻഡിങ് ആണ് കാണുന്നത് ഒരു റിലേഷൻഷിപ്പിൽ, ഒരു സിറ്റുവേഷനിൽ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് സ്ട്രെങ്ത് ആണ് ഈ മാസം. ബോൾഡായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാം ഇത് ശരിയല്ല. അത് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ട വെച്ചാൽ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ധൈര്യമില്ല, ആ ഒരു ബോൾഡായി ഈ പേഴ്സണിനോട് നോ എന്ന് പറയാനുള്ള ധൈര്യം. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന് പുറത്തു വരണം എന്നുണ്ടാവും, പക്ഷെ അതിൻ്റെ ധൈര്യമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കുക പറഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ. 3 ഓഫ് പെന്റക്കിൾസ് ആൻഡ് ഏസ് ഓഫ് വാൻഡ്സ്. ഇവിടെ കുറെ പാഷൻ ഉണ്ട്, ഇതൊരു പാഷനറ്റ് റിലേഷൻഷിപ്പ് ആണ്, പക്ഷെ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. എന്നുവെച്ചാൽ 3 ഒരിക്കലും ഒരു സ്റ്റേബിലിറ്റി കൊണ്ടുവരില്ല. 4ലാണ് സ്റ്റെബിലിറ്റി, 3 ഒരു അൺസ്റ്റേബിൾ എനർജിയാണ്. ഹൈ പ്രീസ്റ്റസ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ ഇൻറ്റ്യൂഷന്റെ വോയിസ് കേൾക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എല്ലാം അറിയാം. അപ്പോൾ അതിനെ ഇഗ്നോർ ചെയ്ത് അതിൻ്റെ അപ്പുറം എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ആവണം നിങ്ങളുടെ ലൈഫിൽ. ഹൈ പ്രീസ്റ്റസ് ഇവിടെ എന്താണ്? ആൻഡ് ഇതൊരു സീക്രട്ട് ആണ് ഈ റിലേഷൻഷിപ്പ്. ആർക്കും അറിയില്ല ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്ന്. ഇത് നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറെ ഒരു ലൈക്കിംഗ് ഉണ്ട്, പക്ഷെ ഇവിടെ കുറെ സ്ട്രെസ്സും കൂടി ഉണ്ട്. അതുമുണ്ട് ഇവിടെ കുറെ ഓവർ തിങ്കിങ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ ഇൻറ്റ്യൂഷന്റെ വോയിസ് കേൾക്കാൻ പറയണേ. നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് ഹിഡൻ ഫാക്ടറിൽ. ഈ മാസം നിങ്ങൾക്ക് കുറെ ഒരു അൺസ്റ്റേബിൾ എനർജിയാണ് ഞാൻ കാണുന്നത്. ഈ റിലേഷൻഷിപ്പിന്റെ കാരണമായിരിക്കാം ഈ ഇൻസ്റ്റെബിലിറ്റി ഉള്ളത്. എന്താണ് ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സിന്റെ എനർജി? 8 ഓഫ് കപ്സ്. നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ആണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വാക്ക് അവേ ചെയ്യണം. നിങ്ങളൊരു സിംഗിൾ എനർജിയിലേക്കാണ് പോണത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് ഫൈനലി വാക്ക് അവേ ചെയ്തിട്ട് സിംഗിൾ ആവാനാണ് ഡിസൈഡ് ചെയ്യണത്. ഇത് ഹിഡൻ ഫാക്ടറിലാണ്. അപ്പൊ നിങ്ങൾ മേ ബി ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. ഒരു സഡൻ ഡിസിഷൻ ആവാം, പക്ഷെ എവിടെയോ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് അറിയാം ഇതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന്. ആ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എപ്പോഴും ഇതാണ് പറയണേ. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജാനുവരി മാസത്തിന്റെ 10 ഓഫ് വാൻഡ്സ്. അപ്പൊ നിങ്ങൾ ക്യാരി ചെയ്യണ ഈ ബേർഡൻ നിങ്ങൾ ഫൈനലി ഈ മാസം റിലീസ് ചെയ്യാണ്. ഈ റിലേഷൻഷിപ്പ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബേർഡൻ തന്നെ ആയിരുന്നു. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ട്രൂത്ത്, ഒരു റിയാലിറ്റി നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. അതുണ്ടായിട്ടും അത് അറിഞ്ഞിട്ടും നിങ്ങൾ അതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ ഇവിടെ ഫൈനലി ആ ബേർഡൻ ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അപ്പുറം നിങ്ങൾക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഈ മാസമാണ്
നിങ്ങൾ ഫൈനലി ലെറ്റ് ഗോ ചെയ്യണേ. ഇതൊരു റിലേഷൻഷിപ്പാണ്. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഈ പേഴ്സൻ്റെ കൂടെ മാരീഡ് ആണ് വെച്ചാൽ ആ പേഴ്സൻ്റെ വേറെ ഒരു അഫെയർ ഉണ്ട്. പറഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡിലെ വൈഫിൻ്റെ വേറെ അഫെയർ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഫൈനലി ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യാനാണ് ഡിസൈഡ് ചെയ്തിരിക്കണേ. ഇവിടെ ഒരു മാരീഡ് പേഴ്സൺ കാണാണ്ട് ഒരു കുട്ടിയുടെ എനർജി ഉണ്ട്. അപ്പോൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു കുട്ടിയുണ്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കുട്ടി ഉണ്ടാവും, ഓറൽസ് നിങ്ങളുടെ പേഴ്സൺ ഒരു പേരൻ്റ് ആയിരിക്കാം പറഞ്ഞാൽ അവരുടെ കുട്ടികളുണ്ടാവാം, അങ്ങനെയും ആവാം. പക്ഷെ എന്തായാലും നിങ്ങൾ ചില കേസസിൽ ഇപ്പം നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് ആണ് ഈ ഡിസിഷൻ എടുക്കുകയെന്ന് വെച്ചാൽ അത് വേറെ ഒരു സ്റ്റോറിയാണ്. പക്ഷെ അത് എനിക്ക് ഇപ്പോൾ ഇതുവരെ ആ മെസ്സേജ് അങ്ങനെ കിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് വെച്ചാൽ പ്ലീസ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക, സേഫ് ആവുക. ഓക്കെ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണ്ട വെച്ചാൽ സൂക്ഷിച്ചിട്ട് വേണം എന്തെങ്കിലും ഡിസൈഡ് ചെയ്യുക. പക്ഷെ ഇവിടെ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു മദറുടെ എനർജി കാണാണ്ട്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസിയും ആവാം. എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറക്കിൾ മെസ്സേജസ്? ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് ലവേഴ്സ്, ജെമിനൈ എനർജി ഉണ്ട്, നൈറ്റ് ഓഫ് കപ്സ്, ഡെത്ത്, ഇതൊക്കെ വാട്ടർ സൈൻസ് ആണ്. പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ, കാപ്രിക്കോൺ ഉണ്ട് ഇവിടെ. ആൻഡ് ഫയർ സൈൻസ് ഉണ്ട് കുറേ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. പക്ഷേ നിങ്ങളുടെ ഇവിടെ ഒറക്കിൾ മെസ്സേജ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഇസ് കീ. ന്യൂ മൂൺ ഇൻ ജെമിനൈ. കമ്മ്യൂണിക്കേഷൻ കുറേ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട വെച്ചാൽ ക്ലിയർ ആയിട്ട് വേണം എല്ലാം പറയാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു പേഴ്സണലായി നിങ്ങൾക്ക് റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, സ്ക്രീനിലും ഉണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.